മുടി പൊഴിയുന്നതിന് ഇത്രയും ടെസ്റ്റൊക്കെ ചെയ്യണോ എന്നൊക്കെ തോന്നുന്നവരുണ്ട്. ടെസ്റ്റ് ചെയ്താൽ എന്ത് കാരണം കണ്ട പൊഴിയെന്നോ അറിയാം. അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാരണം ശരിയാക്കി തന്നെ ഈ പ്രശ്നം ശരിയാവും. അല്ലാതെ നമ്മൾ കുറേ മരുന്നുകൾ എടുക്കുകയും കുറേ ആശുപത്രി കയറി ഇറങ്ങുകയും കുറേ ഡോക്ടർമാരെ കാണുകയും കുറേ ഷാമ്പുകൾ തൂക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം മാറത്തില്ല. എന്തൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് മുടി പൊഴിച്ചിലുണ്ടാകുന്നത്, അതാണ് മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത്. ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ. ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒത്തിരിയേറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മുടി വല്ലാതെ പൊഴിയുകയാണ്. ഞാൻ എന്താ പറയുക, ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, മുടിയുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നുണ്ട്, ഷാമ്പുകൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഹെയർ ക്ലീൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മുടി പൊഴിച്ചിലാണ്. കഴിഞ്ഞ തവണ ദുബായിൽ നിന്നും ഒരാളെ വിളിച്ചേച്ച് പറഞ്ഞു, ഡോക്ടർ, ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് എൻ്റെ മുടി വല്ലാതെ അങ്ങ് പൊഴിയുകയാണ്. ഞാനിവിടെയുള്ള ഭൂരിഭാഗം ആശുപത്രികളിലും പോയി, ഇതുവരെ എന്താ കാര്യമെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഞാൻ ഹെയർ ഫിക്സ് ചെയ്തു, അതുവരെ പൊഴിഞ്ഞു പോവുകയാണ്, എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആകെ ടെൻഷനാണ്. ഞാൻ ഹെയറിൻ്റെ കാര്യത്തിൽ ഒത്തിരി കൺസേൺ ആണ്. ഇതൊന്ന് അണ്ടർ കൺട്രോളിൽ വരണം. എന്താണ് ഇതിൻ്റെ റീസൺ എന്നുള്ളത് എങ്ങനെയാണ് എനിക്കൊന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒത്തിരിയേറെ ആളുകൾ കൺസൾട്ടിങ്ങിന് വരുന്ന സമയത്ത് പറയുന്നതാണ്, ഡോക്ടറെ, എൻ്റെ ഇത്ര താഴെ വരെ മുടി ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ മുടിയില്ല, ഇത് പിടിക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരികയാണ്, വീട്ടിലെല്ലാവരും കംപ്ലൈൻ്റ് ആണ്, ബാത്റൂമിൽ മുടിയാണ്, ബെഡ്റൂമിൽ മുടിയാണ്, മുടി ചീകുമ്പോൾ മുടിയാണ്, അതേപോലെ തലവണയിൽ കിടക്കുന്ന മുടിയാണ്, എല്ലായിടത്തും മുടിയാണ്, വീട് മൊത്തം മുടിയാണ്, എൻ്റെ മുടി തൂത്ത് വാരാൻ തന്നെ എനിക്ക് കുറേ സമയം എടുക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രശ്നമാണ് ഈ മുടിയുടെ കാര്യം. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളെന്ത് പല രീതിയിലുള്ള എന്താ പറയുക, ഹെർബൽ ഓയിലുകളും ഷാമ്പുകളും മാറി മാറി ഉപയോഗിക്കുന്നവരുണ്ട്, സോപ്പുകൾ മാറി മാറി ട്രൈ ചെയ്യുന്നവരുണ്ട്, വൈറ്റമിൻ ഗുളികകൾ കഴിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടായി മാറാത്തതെന്ന് പറയുന്നത് നമ്മൾ റൂട്ട് കോസ് ആണ് നോക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം മാറത്തില്ല. എന്തൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് മുടി പൊഴിച്ചിലുണ്ടാകുന്നത്, അതാണ് മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായി പൊഴിയും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് വൈറ്റമിൻ ഡി കുറവുണ്ട്. അപ്പോൾ നമ്മൾ ആ വൈറ്റമിൻ ഡിക്കുള്ള സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. ഇനി രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് IgE എന്ന് പറയുന്നൊരു ടെസ്റ്റാണ്. IgE ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അലർജി കണ്ടീഷൻസ് വളരെ കൂടുതലുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കുടലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സ്കിൻ കണ്ടീഷൻസിൻ്റെ അളവ് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് താരൻ ഉണ്ടാകും, അതിൻ്റെ ഭാഗമായിട്ട് മുടി പൊഴിച്ചിലുണ്ടാകുന്ന കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് IgE എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇനി ഇത് രണ്ട് ചെയ്തിട്ടും കുഴപ്പമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് തൈറോയിഡാണ്. അപ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ T3, T4, TSH എന്ന് പറയുന്ന ടെസ്റ്റുകൾ അത് എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നതാണ്. ആ ടെസ്റ്റ് എന്തായാലും ചെയ്ത് നോക്കണം. ഇനി ആ ടെസ്റ്റ് ഒരു 60% ആളുകളിലും പോസിറ്റീവ് ആകാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളപ്പോൾ ആ തൈറോയിഡ് ടെസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യണം. ആൻറ്റിബോഡി എന്ന് പറയുന്നത് anti-TG, anti-TPO എന്ന് പറയുന്നതാണ് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റുകൾ. ഇത് തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നങ്ങൾ. കാരണം ഭൂരിഭാഗ സാഹചര്യങ്ങളിലും ഡയറക്റ്റായിട്ടുള്ള തൈറോയിഡ് പ്രശ്നം കാണത്തില്ല, പക്ഷേ ആൻറ്റിബോഡി ലെവൽ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി, IgE, anti-TG, anti-TPO, T3, T4, TSH ഇത് തൈറോയിഡിൻ്റെ ടെസ്റ്റുകളിലാണ് ഞാനിപ്പോൾ അവസാനം പറഞ്ഞതിനകത്ത്. ഇനി 100% ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രക്തക്കുറവുണ്ടെന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടത്? HB എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അത് ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി തൈറോയിഡിൻ്റെ കുറവുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ മെഡിസിൻസ് എടുക്കണം പ്രോപ്പറായിട്ട്, ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ ആൻറ്റിബോഡിയുടെ മെഡിസിൻസ് എടുക്കണം പ്രോപ്പറായിട്ട്. അങ്ങനെ ആകുമ്പോൾ ആ പ്രശ്നങ്ങൾ ക്ലിയർ ആകുന്നതാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അസിഡിറ്റി പ്രശ്നമാണ്. വയറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് നെഞ്ചരിച്ചിൽ, പുളിച്ച് കേട്ടൽ, വയറ് കമ്പിച്ച് വരുന്നത്, മലബന്ധമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വായിൽ അൾസർ വരുന്നത്, പൈൽസ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു അളവ് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് പൊഴിയുന്നതായിരിക്കും. അപ്പോൾ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. നമ്മൾ പോഷകമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസിൻ്റെ അളവ് നന്നായിട്ട് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ, അധികം ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും അധികം കഴിക്കാത്ത ആളുകളിൽ, എപ്പോഴും ഇറച്ചിയും മീനും മാത്രം കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ട്
കൊണ്ട് മാത്രം നമുക്ക് പോഷകം കിട്ടണമെന്നില്ല. ആ പോഷകത്തിൻ്റെ കൂടെ നമുക്ക് വൈറ്റമിൻസും മിനറൽസും കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് അതും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതേപോലെ നമ്മൾ ഈ ചോറും കപ്പയും കഴിച്ചാലൊന്നും കിട്ടത്തില്ല. അതിന് നമ്മൾ ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, നട്ട്സ്, ഇറച്ചി, മീൻ, മുട്ട, പാല് ഇങ്ങനത്തെ ഭക്ഷണങ്ങളിലാണ് അത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഈ സമീകൃത ആഹാരമാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഏതൊക്കെ കാരണങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മളുടെ മുടി കൊഴിച്ചിൽ വരുന്നത് എല്ലാവരും പാരമ്പര്യമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയാണ്, പാരമ്പര്യം അവർക്ക് ഈ പ്രശ്നം തന്നെയായിരുന്നു. അന്ന് അവർ ആരും ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് എന്താണ് അത് പ്രശ്നമായി. അത് തന്നെയാണ് മക്കൾക്കും വരുന്നത്. മക്കളും ആ ടെസ്റ്റ് ചെയ്യാറൊന്നും പോകാറില്ല. അപ്പം വീണ്ടും അത് തന്നെയാണ് വരുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ അതാണോ ഇതാണോ എന്ന് ഓർത്തേണ്ട സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ, HB ലെവൽ, രക്തക്കുറവ് നോക്കാൻ, അതേപോലെ തന്നെ IgE അലർജിക്ക് ആൻറ്റിബോഡി ലെവൽ ഹൈ ആണെന്ന് അറിയാൻ, T3, T4, TSH തൈറോയിഡിൻ്റെ ഫംഗ്ഷനാണ്. തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി എന്ന് പറയുന്നത് anti-TG, anti-TPO എന്ന് പറയുന്നതാണ്. പിന്നെയുള്ളത് വൈറ്റമിൻ D ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം പിടുത്തം കിട്ടും എന്താ കാര്യമെന്ന്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അല്ലാത്ത പ്രശ്നങ്ങൾ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ തലയിൽ ഒരു കാരണവശാലും സോപ്പോ കാര്യങ്ങളോ ഒന്നും ഇടരുത്. ഷാമ്പൂ തന്നെ ഇടണം. ഷാമ്പൂം അതും നമ്മൾ ലോക്കലായിട്ട് അവൈലബിൾ ആകുന്ന അല്ലെങ്കിൽ കെമിക്കൽ നിറഞ്ഞ ഷാമ്പുകളിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അലോവേര കണ്ടൻറ്റുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ആ കണ്ടൻറ്റുള്ള നല്ല കമ്പനിയുടെ ഷാമ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. താരനും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആകാനുള്ള മെഡിസിൻസും ഓയിൻമെൻറ്റ്സും ഷാമ്പുകൾ യൂസ് ചെയ്തിട്ട് ക്ലിയർ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം താരനെ പുറത്ത് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. IgE ലെവൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ പ്രശ്നങ്ങളാണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിക്കാണും എന്തുകൊണ്ടാണ് മുടി പൊഴിയുന്നത്. അതിന് മുടി പൊഴിയുന്നതിന് ഇത്രയും ടെസ്റ്റൊക്കെ ചെയ്യണോ എന്നൊക്കെ തോന്നുന്നവരുണ്ട്. ടെസ്റ്റ് ചെയ്താൽ എന്ത് കാരണം കണ്ട പൊഴിയുന്നതെന്നോ അറിയാം. അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാരണം ശരിയാക്കി തന്നെ ഈ പ്രശ്നം ശരിയാവും. അല്ലാതെ നമ്മൾ കുറേ മരുന്നുകൾ എടുക്കുകയും കുറേ ആശുപത്രി കയറി ഇറങ്ങുകയും കുറേ ഡോക്ടർമാരെ കാണുകയും കുറേ ഷാമ്പുകൾ തൂക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം കണ്ടുപിടിക്കുക, അതിന് ചികിത്സ ചെയ്താൽ ആ പ്രശ്നങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. Bye.